ഞാനൊരു കാര്യം തുടക്കത്തിലേ പറയട്ടെ. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു കൂട്ടം നീതി ലെറ്റസ്റ്റ് ടോക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത്തരം കൂട്ടങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ തിരുവനന്തപുരത്ത് അത്തരം സംഘങ്ങൾ കൂട്ടങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുവാനൊക്കെ ഉള്ളൊരു വേദിയായിട്ട് ഇത് മാറുകയും എന്നെ ഇവിടെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിക്കട്ടെ. അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അപ്രീസിയേഷനും അറിയിക്കട്ടെ. ഇവിടെ ശ്രീനിവാസൻ സാറ്, അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ പോരാളായിട്ട് പ്രവർത്തിക്കുന്ന കുറേ പേരെയൊക്കെ എനിക്കറിയാം. അത് സുരേഷ് സാറാണെങ്കിലും കിട്ടരാമനാണെങ്കിലും രാജേഷ് പിള്ളയാണെങ്കിലും അതുപോലെ ഗോപിനാഥൻ സാറ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ വോളിബോൾ സ്റ്റാറായിരുന്നു. അപ്പോൾ അവരുടെ വലിയ ഗ്രൂപ്പിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സിറിൽ സി വെള്ളൂർ, ജിമ്മി ജോർജ്, അബ്ദുൾ റസാഖ്. ഞാൻ കുറച്ച് ബാസ്ക്കറ്റ് ബോളൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്കിങ്ങനെ സ്പോർട്സ് പേജസാണ് ആദ്യം പണ്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു താല്പര്യം ഇൻട്രസ്റ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ സാർ പറഞ്ഞിടത്തുനിന്ന് തുടങ്ങാം. ജിയോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സിന് മുമ്പ് സംഭവിക്കുന്നതാണ് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം. 1870 അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുന്നത്. പക്ഷേ അന്ന് ലോകത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം ലണ്ടനായിരുന്നു. പിന്നെ ഒരു 50 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പരിണാമത്തിൽ അതൊരു രാഷ്ട്രീയ ശക്തിയായി മാറണമെങ്കിൽ ആദ്യം വേണ്ടുന്നത് സാമ്പത്തിക ശേഷിയാണ്. ഇന്നിവിടെ പലരും ചൈനയെ ഒരു ഭീഷണിയായി, നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അവരുടെ ഇക്കണോമിക് സ്ട്രെങ്താണ്. ഈ അടുത്ത സമയത്ത് ഈ ഗാൽവാൻ ക്ലാഷിനൊക്കെ ശേഷം നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി നടത്തിയ സർവേയിൽ തന്നെ അമേരിക്കയും ചൈനയുമായി വ്യാപാരം ചെയ്യുന്നതിലെ ഭൂരിപക്ഷം ബിസിനസ്മെനും പറയുന്നത് അവരുമായിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും മാറ്റി വ്യാപാരം തുടങ്ങണമെന്നാണ്. അതുകൊണ്ടാണ് വ്യാപാരം വർദ്ധിച്ചതിൻ്റെ ഒരു കാരണം. ഞാനിവിടെ എൻ്റെ പല്ലിന് ചെറിയ പ്രശ്നങ്ങളൊന്നും കാണിക്കാൻ പോകുന്നത് ഡെൻ്റൽ സ്മൈൽ എന്ന് പറയുന്നത് നമ്മുടെ പട്ടത്തുള്ള ഒരു സ്ഥാപനത്തിലാണ്. അവിടെയുള്ള ഞാൻ ചോദിച്ചു ഇൻസ്ട്രുമെൻറ്റ്സ് എവിടെയാണെന്ന്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം അവിടെ നിന്ന് വരുന്നത് ചൈനയിൽ നിന്നാണ്. ഐ ആസ്ക്ഡ് വൈ ഡോണ്ട് യു ഇമ്പോർട്ട് ഫ്രം യൂറോപ്പ്. യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ 4 കോസ്റ്റ്ലി സാധനങ്ങൾ ചൈനയിൽ നിന്ന് കിട്ടും. റിസൾട്ട് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം. അപ്പോൾ അതാണ് ചൈനയുടെ ഒരു മികവ്, ഒരു ജിയോ ഇക്കണോമിക്സ്. ഒരു സാധനവും ശബരിമലയിൽ പോകുന്നൊരു മാല ഇടുന്നത് ചൈനയിലെ മാലയാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ കയറ് പിരിക്കുന്നതിന് ചൈനയിൽ നിന്നുള്ള സംഘങ്ങൾ ഇന്ത്യയിലുണ്ട്. കയറ് വാങ്ങിച്ച് അവർ കയറ് പിരിച്ച് നമ്മുടെ മാറ്റായിട്ട് നമ്മൾ മേടിക്കുന്ന ചൈനീസ് പ്രോഡക്റ്റ്സാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്തോട് നമ്മൾ നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഹാർഡ് വർക്കിംഗ് ആയാലേ ഉള്ളൂ. ഞാൻ അമേരിക്കയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം, ഇവിടെ വരുന്ന സ്റ്റുഡൻസിൽ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ചൈനീസാണ്. സാർ സൂചിപ്പിച്ചല്ലോ, അവർക്ക് 24 hours വർക്ക് ചെയ്താലും മതിയാവത്തില്ല. ദേ നെവർ ടേക്ക് റെസ്റ്റ്. പിന്നെ ഹാർഡ് വർക്കിംഗ് ജാപ്പനീസാണ്. ഈ 2 വിഭാഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവരെല്ലാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്തെ ഞാൻ ബൈ ചാൻസായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ ഈ ഇന്ത്യ ചൈന ബന്ധത്തെ കാണുന്നത് എന്തുകൊണ്ട് നമുക്ക് ഈ 2 രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഇല്ല എന്ന് വളരെ ഒബ്ജക്റ്റീവായിട്ട് പരിശോധിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ഈ വേദിയിലിരിക്കുന്ന, ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ചൈനയെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. 101% ചൈനയെ വിശ്വസിക്കുന്ന ആരും ഇവിടെ കാണത്തില്ല. ഇനി ഇതൊരു ചൈനീസ് ഓഡിയൻസ് ആയിരുന്നുവെങ്കിൽ, ഒരു ചൈനക്കാരനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്ത്യയെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഇല്ലെന്നാണ് ഉത്തരം. ഇല്ലെന്നാണ് ഉത്തരം. ഇനി ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അമേരിക്ക. ഡു യു ട്രസ്റ്റ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? ഡു യു ട്രസ്റ്റ്? നോ. Look at what happened between India and China. Look at the arrest warrant against Ajit Doval. The case filed. അതുകൊണ്ടാണ് അജിത് ദോവൽ അമേരിക്കയിൽ പോകാതിരുന്നത്. കാരണം ഒരു അറസ്റ്റ് വാറൻ്റ് ഉണ്ട്, അതൊരു ഓക്വേർഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമല്ലോ. ഒരു കേസുണ്ട് അവിടെ. അതാണിക്കിപ്പോൾ ഒരു കേസുള്ളതുപോലെ. ഇത് എന്താണ് കാണിക്കുന്നത്? അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരസ്പരം സഹകരിച്ചാൽ കാര്യങ്ങൾ മ്യൂച്വലായി നേടിയെടുക്കാം എന്നൊരു റാഷണയിൽ, ഒരു ലോജിക്കിൽ പ്രവർത്തിക്കുന്നതല്ല. അങ്ങനെ നിന്നുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെയോ ഇന്ത്യയും അമേരിക്കയും തമ്മിലോ അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയോ പഠിച്ചാൽ നമുക്ക് എന്തുകൊണ്ട് ഈ ബന്ധങ്ങൾ ഈ പ്രകാരമായിരിക്കുന്നു? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഒരു റൈവൽറസ് റിലേഷൻഷിപ്പാണ്.
ഒരു റൈവൽറസ് റിലേഷൻഷിപ്പാണ്. ഈ റൈവൽറസ് റിലേഷൻഷിപ്പിൽ എന്ത് ലോജിക്കാണ് വർക്ക് ചെയ്യുന്നത്? അത് വർക്ക് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ റാഷണാലിറ്റിയാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഏറ്റവും കൂടുതൽ മേന്മയുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്താണ്, അതെനിക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ലോജിക്ക്. അതിൻ്റെ കാരണം, അന്താരാഷ്ട്ര ബന്ധത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പരസ്പരം അവിശ്വാസവും പരസ്പരം സെക്യൂരിറ്റി ത്രെട്ടും സെക്യൂരിറ്റി ഡിലേമയും പരസ്പരം ഈ ബന്ധത്തിൽ ഇൻറ്റേർണലൈസ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എതിരാളിയായിട്ടുള്ള ഒരാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ അവർ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നോ കൃത്യമായി മനസ്സിലാക്കുവാൻ ഞാനൊരു ഇൻഡിവിജ്വൽ റാഷണാലിറ്റിയിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അതിന് അവർ പറയുന്നത്, നമ്മുടെ ഒരു തിയറിയുണ്ട്, പ്രിസണേഴ്സ് ഡിലേമ, വി കോൾ ഇറ്റ് സെക്യൂരിറ്റി ഡിലേമ. അപ്പോൾ ഒരു രാജ്യം എടുക്കുന്ന നടപടികൾ എന്താണ് എന്ന് മറ്റൊരു രാജ്യത്തിന് മനസ്സിലാവില്ല. അവർ പറയുന്നത് ശരിയാണോ തെറ്റാണെന്നോ മനസ്സിലാക്കാൻ എളുപ്പമല്ല. കാരണം നമ്മളെ അംബാസഡർ ശ്രീരാമൻ സാർ ഇവിടെ ഇല്ല, അദ്ദേഹം പറയാറുള്ളതാണ്, ഇഫ് എൻ ഡിപ്ലോമാറ്റ് സേസ് യെസ് ഇറ്റ് മീൻസ് നോ, ഇഫ് ഹി സേസ് നോ ഹീ ഈസ് നോട്ട് എ ഡിപ്ലോമാറ്റ്. അപ്പോൾ ഇതാണ് അന്താരാഷ്ട്ര ബന്ധത്തിൻ്റെ ഒരു സ്വഭാവം. ചൈന യെസ് എന്ന് പറഞ്ഞാൽ നോ എന്നാണ് അർത്ഥം. അതായത് ഇന്ത്യ യെസ് എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഇത് നോ ആണ്. നമ്മുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം ഈ ലോജിക്കിലാണ് വർക്ക് ചെയ്യുന്നത് മിക്കവാറും സാഹചര്യങ്ങളിൽ. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ആരെയും ചൈനക്കാരൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ചൈനയിൽ വിശ്വാസമില്ല. എനിക്ക് ചൈനയിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. 2 പ്രാവശ്യവും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം അവരുടെ എംബസിയുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുഭവത്തോടു കൂടി പോയ ഒരു സന്ദർശനം. നമ്മൾ യൂറോപ്പിലോ മറ്റു രാജ്യങ്ങളിലോ പോകുന്ന പോലെയല്ല, അവരുടെ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ ജെൻറ്റിലാണ്, കുറച്ചും കൂടെ കൺസിഡറേറ്റാണ്, കെയറിങ് ആണ്. പക്ഷേ ഞാൻ 2 പ്രാവശ്യം പോവുകയും അവരുടെ ഹോസ്പിറ്റാലിറ്റി വളരെ നല്ലതാണ്. പക്ഷേ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചൈന വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയത്തുള്ളൂ. ഐ ഡോണ്ട് ട്രസ്റ്റ് ചൈന. കാരണം ചൈന എന്നൊരു രാജ്യം നമ്മളെ എത്ര നന്നായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ മറ്റൊരു രാജ്യത്തെ വിശ്വസിക്കാൻ യാതൊരു യുക്തിയുമില്ല. അങ്ങനെ പരസ്പരം വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ പരസ്പരം നമ്മൾക്ക് ഏറ്റവും ഉപദ്രവം വരുന്ന കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നു എന്നുള്ളൊരു ലോജിക്കാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളവരെ ട്രസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ, ഇപ്പം ഞാൻ എൻ്റെ നെയ്ബറെ ട്രസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അയാളുടെ എല്ലാ കാര്യങ്ങളെയും ഞാൻ വളരെ സസ്പീഷനോട് കൂടിയാണ് നോക്കുന്നത്. അയാളുടെ ഓരോ പ്രവൃത്തിയും എനിക്കെതിരായിരിക്കും. അയാൾ എൻ്റെ അതിരിന്ന് മാന്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൊലച്ച് നിൽക്കുന്ന വാഴ വെട്ടിക്കൊണ്ട് പോകും. ഈ ഒരു പേടിയിലാണ്. കാരണം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ അയൽപക്കത്തിന് കറക്റ്റ് അറിയില്ല. കാരണം why I don't trust China is because I do not know what China is going to do to India. ഈ ലോജിക്കിലാണ് ഇൻ്റർനാഷണൽ റിലേഷൻസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധമില്ല. അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ എപ്പോഴും റിസൾട്ട് സീറോ സം ആയിരിക്കും. അതിനെ നമ്മൾ സീറോ സം ഗെയിം എന്ന് പറയും. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണം, അപ്പോൾ നമ്മളിവിടെ എല്ലാവരും സൂചിപ്പിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, രാജേഷ് പിള്ളയാണെങ്കിലും അതുപോലെ ശ്രീനിവാസ സാറാണെങ്കിലും ഒക്കെ സൂചിപ്പിച്ചത്, ചൈന ഇന്ത്യയെ വിഴുങ്ങാൻ നിൽക്കുകയാണെന്നാണ്. അതിനെ നമ്മൾ പറയുന്നത് ജിയോ പൊളിറ്റിക്സിൽ ചൈന ഹാസ് ഹെജിമണിക് അംബിഷൻസ്. ചൈന വാണ്ട്സ് ടു ബി ഒരു ഡൊമിനൻ്റ് രാജ്യമായിരിക്കണം സൗത്ത് ഏഷ്യയിൽ. അതിനു വേണ്ടിയിട്ടാണ് അവർ സ്ട്രിങ് ഓഫ് പേൾസ്, എല്ലാ രാജ്യങ്ങൾക്കും പണം കൊടുക്കുന്നു, വികസന പ്രവർത്തനങ്ങൾ കൊടുക്കുന്നു. BRI ഇന്ത്യയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് കാശ്മീരിലൂടെ, അതിനെ നമ്മൾ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് വിളിച്ചാലും അതിലൂടെ കടന്നു പോകുന്നത്, അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്യൂരിറ്റി ത്രെട്ടാണ്. വാട്ട് ഈസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് BRI? അത് ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ കാശ്മീരിൽ കൂടെ തന്നെ പോകണം. നമ്മളത് വി ഹാവ് സെക്യൂരിറ്റൈസ്ഡ് ഇറ്റ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല, മറിച്ച് അത് നമുക്കൊരിക്കലും പാകിസ്ഥാനുമായിട്ട് റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഭവം കൂടിയാണ്. 63-ൽ അക്സായി ചിൻ പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തതുപോലെ അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് ചൈനയുടെ ഒരു പ്രൊജക്റ്റ് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലൂടെ പോവുക എന്ന് പറഞ്ഞാൽ, നിലവിലെ ഒരു ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷനെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കത് തിരിച്ചു പിടിക്കാൻ കഴിയുന്നതിൻ്റെ അകത്ത് ചൈന ഒരു പാർട്ടിയായിരിക്കും. സോ ദേ ഹാവ് കോംപ്ലിക്കേറ്റഡ് ഇറ്റ്. അങ്ങനെ ഒരു ചെയ്ത ഒരു രാജ്യത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല.
എന്നാൽ ഇതുപോലെ കുറേയധികം കഥകൾ ആർക്ക് പറയാനുണ്ട്? ചൈനയ്ക്ക് ഇന്ത്യയെക്കുറിച്ചും പറയാനുണ്ട്. ഞങ്ങൾ ഇന്ത്യയെ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഒരു പഠനം നടത്തിയിരുന്നു, സർവേ റിസർച്ചിൻ്റെ ഭാഗമായിട്ട്. ചൈനയിൽ നിന്നുള്ള 3-4 ന്യൂസ് പേപ്പേഴ്സും ഇന്ത്യയിലുള്ള 3-4 ന്യൂസ് പേപ്പേഴ്സും ചില TV ചാനലുകളിലും നമ്മുടെ ഈ ഗാൽവാൻ ക്ലാഷിൻ്റെ ഭാഗമായി നടന്ന സംഘർഷത്തെക്കുറിച്ച് അവരെങ്ങനെയാണ് ആ മീഡിയ കവർ ചെയ്തതെന്ന്. നമ്മുടെ ഇവിടെ അത് നമ്മൾ കവർ ചെയ്തത് അത് ചൈനയുടെ ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ഇന്ത്യയിലേക്കുള്ള ഒരു കടന്നുകയറ്റ നയമായിട്ടാണ് നമ്മൾ കണ്ടത്. അതിന് സമാനമായിട്ടുള്ളതായിരുന്നു 1962 ഒക്കെ. അതുകൊണ്ട് ചൈന എന്ന രാജ്യത്തെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ഷീ ജിൻപിങ്ങിൻ്റെ കോലം നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കത്തിച്ചു. അതേസമയം ഈ സംഭവത്തെക്കുറിച്ച് ചൈനീസ് മീഡിയയിൽ വന്നതെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇന്ത്യയുടെ അധിനിവേശ മോഹങ്ങളാണ്, ഇമ്പീരിയൽ വിഷൻസാണ് ഈ പ്രശ്നങ്ങളുടെ മൂല കാരണമെന്നാണ് അവിടുത്തെ മീഡിയ പറയുകയും അതിനെ ഒന്നും കൂടെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചൈന ഒഫീഷ്യലി ആ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് വലിയ ഗാലൻഡറി അവാർഡ്സൊക്കെ കൊടുത്തത്. അപ്പം നമ്മുടെ രാജ്യത്തുള്ള നാഷണലിസവും അവരുടെ രാജ്യത്തുള്ള നാഷണലിസവും ഈ ഡിസ്ട്രസ്റ്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിലും നമ്മൾ പരസ്പരം സഹകരിക്കാൻ ശ്രമിച്ചാൽ വളരെ പ്രയാസമാണ്. ഇത് ഇന്ന് തുടങ്ങിയതാണോ? അല്ല. 1950കളിൽ തുടങ്ങിയതാണോ? അതിനു മുമ്പുമുണ്ട്. 1950കളാണ് കുറേ ആൾക്കാർ പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു നല്ല കാലഘട്ടമെന്ന്. അത് 54 എഗ്രിമെൻസിനെയും ഇന്ത്യ ചൈന ഭായി ഭായി മുദ്രാവാക്യങ്ങളെയും ഒക്കെ ഉയർത്തിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയും ചൈനയും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് കൊളോണിയൽ ശക്തികളുടെ അധികാരത്തിൽ കീഴിൽ നിന്നാണെങ്കിലും ആ കൊളോണിയൽ ഹിസ്റ്ററിയോ ഇവർക്കുള്ള പൊതുവായിട്ടുള്ള ചരിത്രമോ കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ ഇവരെ കൂട്ടുനിർത്തുന്നതിൽ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അന്ന് മുതൽ തന്നെ ഈ റീജിയണിലെ ഏഷ്യൻ ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ട്. ഈ ഇന്ത്യ ചൈന ഭായി 54 എഗ്രിമെൻറ്റ് ടിബറ്റിനെ കുറിച്ച് ഉണ്ടാകുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള മത്സരമുണ്ടായിരുന്നു. നെഹ്റുവിനെ കുറിച്ച് ചവൽനായി പറഞ്ഞത് ബന്ധുവും കോൺഫറൻസിൽ. അപ്പോൾ നെഹ്റു അന്ന് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഇൻ്റർനാഷണൽ റിലേഷൻസിൽ കുറേ കാര്യങ്ങളെല്ലാം പഠിച്ചും ട്രാവൽ ചെയ്തൊക്കെയുള്ള ഒരു വെൽ എക്സ്പോസ്ഡ് ലീഡറായിരുന്നു. പക്ഷേ ചവൻലായിയും മാവോയും ഒക്കെ യുദ്ധം ചെയ്ത് അവിടെ ചൈനയ്ക്ക് പുറത്തങ്ങനെ പോകാൻ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് നെഹ്റു ഇങ്ങേർക്ക് വലിയ ഇൻസ്ട്രക്റ്റീവായിട്ടുള്ള ഗൈഡ്ലൈൻസ് കൊടുക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞത്, ഐ ഹാവ് നെവർ മെറ്റ് ആൻ അരഗൻറ്റ് മാൻ ലൈക്ക് നെഹ്റു ഇൻ മൈ ലൈഫ്. കാരണം കണ്ട ഉടനെ പറയാം, അത് ചെയ്യണം, ഇത് ചെയ്യണം, നമുക്ക് അങ്ങനെ ചെയ്യണം, എങ്കിൽ ചെയ്യണം. ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏഷ്യയുടെ ലീഡർഷിപ്പായിരുന്നു. ഇന്ത്യ വാണ്ട്സ് ടു ഹാവ് ദ ലീഡർഷിപ്പ് ഓഫ് ഏഷ്യ വിച്ച് ചൈന വുഡ് നോട്ട് അക്സെപ്റ്റ്. അന്ന് ബന്ധു കോൺഫറൻസിൽ വെച്ച് തന്നെ ചൈനയും പാകിസ്ഥാനുമായി അലയൻസ് ഉണ്ടായി. ആ അലയൻസ് ഇന്നും ഒരു അനസ്യൂതം തുടരുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ മിത്രമായി കാണുന്ന പ്രവണത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് അന്ന് മുതലേ ഉണ്ട്. ചൈനയ്ക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത്, ഇന്ത്യ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ചൈനയെ തടവിലാക്കിയ അല്ലെങ്കിൽ കോളനൈസ് ചെയ്ത രാജ്യമാണ്. കാരണം ഇന്ത്യൻ പോലീസുകാരെയൊക്കെ ചൈനയിൽ കൊണ്ടുപോയി കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി അവിടെ ഉപയോഗിച്ചിരുന്നു. അപ്പം ഇമ്പീരിയൽ ഡിസൈൻ്റെ ഭാഗമായി ഇന്ത്യ ചൈനയെ എൻസ്ലേവ് ചെയ്യാൻ ശ്രമിച്ച രാജ്യമാണ്. പിന്നെ മറ്റൊന്ന് അവർ പറയുന്നത്, ടിബറ്റിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ അതിർത്തി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ അഭിപ്രായങ്ങളെല്ലാം ബ്രിട്ടൻ ഭരിച്ചിരുന്ന കാലത്ത് അവർക്ക് ഈ പ്രദേശങ്ങളൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നു. ബ്രിട്ടന് ടിബറ്റിനെ ഒരു ബഫർ സോണായി നിലനിർത്തണമായിരുന്നു. കാരണം റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ ഒന്നും അങ്ങോട്ട് കടന്നു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതേ ഒരു ബ്രിട്ടീഷുകാർ എന്തൊക്കെ പൊസസ് ചെയ്തിരുന്നോ അതെല്ലാം വേണമെന്ന് ഇന്ത്യ പറയുന്നു. അതൊരു ഇമ്പീരിയലിസ്റ്റ് ഡിസൈനാണ്. ഇതാണ് ഒരു ചൈനീസ് വേർഷൻ. ആ ഇമ്പീരിയലിസ്റ്റ് ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് ദലൈലാമയ്ക്ക് ഇവിടെ അഭയം കൊടുത്തത്. തവാങ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ അത് സദേൺ ടിബറ്റാണ്. ദലൈലാമയുടെ ഏറ്റവും വലിയ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സ്പിരിച്വൽ സെൻറ്റർ എന്ന് പറയുന്നത് തവാങ്ങിലെ മൊണാസ്ട്രിയാണ്. ആ മൊണാസ്ട്രി ഇന്ത്യയുടെ കൈവശം ഇരുന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എക്കാലത്തും ബുദ്ധിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ദലൈലാമയ്ക്ക് സംഘത്തിനും അവരുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ബേസിൽ സംഘം ചേർന്ന് പ്രവർത്തിക്കാൻ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഈ സ്റ്റേപ്പിൾഡ് വിസയും അരുണാചൽ പ്രദേശ് മൊത്തവും ഞങ്ങളുടെ ഭാഗമാണെന്നും ചൈന പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു രാജ്യത്തിന് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ അഖണ്ഡതയെ അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ അവിശ്വസിക്കുന്നത്. അപ്പം എന്തൊക്കെ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ കീഴിലിരുന്നോ അതെല്ലാം വേണമെന്ന് പറയുന്ന ഇന്ത്യ
അംഗീകരിക്കാൻ അവരും തയ്യാറല്ല. ടിബറ്റിനെ അംഗീകരിക്കും. ടിബറ്റ് നമ്മളൊരു ഘട്ടത്തിൽ ടിബറ്റിൻ്റെ കാര്യത്തിലാണ് നമുക്ക് സംഭവിച്ചിട്ടൊരു വലിയ മണ്ടത്തരമായിട്ട് ഞാൻ കാണുന്നത്. നമ്മൾ കുറേയെല്ലാം അവരെ ട്രസ്റ്റ് ചെയ്യാനും കൂടെ നിർത്തുവാനും ഒക്കെ സഹായിച്ചു. കാരണം നെഹ്റുവിൻ്റെ പോളിസി എന്ന് പറയുന്നത് നമ്മൾ അയൽപക്ക രാജ്യങ്ങളുമായി സംഘർഷത്തിലായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വികസിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഹിസ് പോളിസി വാസ് ഡിഫൻസ് ത്രൂ കോഓപ്പറേഷൻ. എന്താണ് ഏറ്റവും നല്ല പ്രതിരോധം? അയൽപക്ക രാജ്യങ്ങളുമായി സഹകരിക്കുക. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ചൈനയുമായിട്ടൊക്കെ കൂടാനും ഒരു പരിധിവരെ ടിബറ്റിൻ്റെ ഓട്ടോണമി അംഗീകരിച്ചിരുന്നതും. അതിന് പല വിശദീകരണങ്ങളുണ്ട്. ടിബറ്റ് ഒരു കാലത്ത് ഇന്ത്യയുടെ അധീനതയിലായിരുന്നില്ല എന്നൊരു വാദമുണ്ട്. അതൊരു സ്വതന്ത്ര രാജ്യമായിരുന്നു എന്ന വാദമുണ്ട്. ഒരു കാലത്ത് കാശ്മീരിലുള്ള രാജാക്കന്മാരുടെ ടിബറ്റ് ഭരിച്ചിരുന്നു എന്നുണ്ട്. ചില കാലഘട്ടങ്ങളിൽ ടിബറ്റിനെ ചൈന ഭരിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള വാദമുഖങ്ങളുള്ളതുകൊണ്ട് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശവാദം ഉന്നയിക്കുന്നൊരു സ്പേസായി. ഇതിനൊരു കൾച്ചറൽ ഡയമെൻഷനും കൂടെ ഉണ്ട്. ഷീ ജിൻപിങ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ചൈന ഈസ് ദ ഓൺലി കൺട്രി ഇൻ ദ വേൾഡ് വിച്ച് ഹാവ് എ ഹിസ്റ്ററി ഓഫ് 5000 years ഓഫ് സിവിലൈസേഷണൽ ഹിസ്റ്ററി ആൻഡ് 10,000 years ഓഫ് കൾച്ചറൽ ഹിസ്റ്ററി. വേറൊരു രാജ്യത്തിനും ഇന്ത്യയിൽ ലോകത്ത് അങ്ങനെ ഒരു അവകാശം ഉന്നയിക്കാനില്ല എന്നുള്ളത് ഷീ ജിൻപിങ് പല ആവൃത്തി, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെ മിക്കവാറും കാര്യങ്ങളെല്ലാം വരുന്ന ഏൻഷ്യൻ്റ് ചൈനീസ് ലിറ്ററേച്ചറിലാണ്. അത് കൺഫ്യൂഷനിസം ആവാം, സൺസൂസിൻ്റെ ആർട്ട് ഓഫ് വാറിൽ നിന്നാകാം, ലാവോസത്തിൻ്റെയിലാകാം. അപ്പോൾ അവരുടെ ചൈനയുടെ ഏറ്റവും വലിയ അവരുടെ ഒരു സിവിലൈസേഷണൽ ഐഡിയ എന്ന് പറയുന്നത്, അവർ പറയുന്നത് വി ആർ ദ മിഡിൽ കിങ്ഡം. മിഡിൽ കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ദ സെൻറ്റർ ഓഫ് ദ വേൾഡ്, ബേസ്ഡ് ഓൺ ദി ഐഡിയ ഓഫ് ടിയാങ്ഷ്യ. ടിയാങ്ഷ്യ എന്ന് പറഞ്ഞാൽ മിഡിൽ കിങ്ഡം ഹാവിങ് ദി മാൻഡേറ്റ് ഓഫ് ഹെവൻ. ദൈവത്തിൻ്റെ സാങ്ഷൻ ഞങ്ങൾക്കുണ്ട് ലോകത്തെ ഭരിക്കുവാൻ. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ ഞങ്ങളുടെ അധീനതയിലായിരിക്കണം എന്ന ഒരു സിദ്ധാന്തം അവർ മുന്നോട്ട് വെച്ചിട്ട് പണ്ട് കാലങ്ങളിൽ അവരത് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് ദ ചൈനീസ് ഡ്രീം എന്ന് പറയുന്നത്. ചൈനീസ് ഡ്രീം ഈസ് ടു ബിക്കം ദി നമ്പർ 1 കൺട്രി ഇൻ ദ വേൾഡ്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി അതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ചൈനയ്ക്ക് വേറൊരു വാദം തിരിച്ചിങ്ങോട്ട് പറയാനുണ്ട്. അതായത് ഇന്ത്യ ഹാസ് കം അപ്പ് വിത്ത് ദ ഐഡിയ ഓഫ് ദി അഖണ്ഡ ഭാരത് which stretches up to Afghanistan, including the modern day Pakistan and certain regions of Iran, etc. etc. അഖണ്ഡ ഭാരതം നീതി സാരയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള എക്സ്പാൻഷനിസ്റ്റ് ഐഡിയാസും കൗഡില്യയുടെ തിയറി ഓഫ് മണ്ഡാലയൊക്കെ അയൽ രാജ്യങ്ങളെ ശത്രുക്കളായി കാണുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ അജണ്ട എന്ന് പറയുന്നത് ചൈനീസ് സിവിലൈസേഷനെയും ചൈനീസ് കൾച്ചറിനെയും ഒക്കെ ഇല്ലാതാക്കി ഇവിടുത്തെ ഇന്ത്യയുടെ സാമ്രാജ്യത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നുള്ളതാണ് ചൈനീസ് വേർഷൻ. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത വാദമുഖങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും ലീഡർഷിപ്പ് വേണമെങ്കിൽ ഒരു പരിധിവരെ മുന്നോട്ട് വയ്ക്കുന്നതും. അതിന് ഏറ്റവും വലിയ ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇതിനെ അംഗീകരിക്കുന്നത് കൊണ്ടും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന തടസ്സമാണിത്. അത് ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടുകൂടിയാണ്. രാജ്യാന്തര ബന്ധങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഡൈനാമിക്സ് ഉണ്ട്. മൊറാലിറ്റി ഒന്നും ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഒരു പ്രസക്തിയുമില്ല. മൊറാലിറ്റി മേ ബി ദെയർ ഇൻ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് ഇൻ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ്. രാജ്യത്തിനകത്തുള്ള ബന്ധങ്ങളിൽ, നമ്മുടെ ഫാമിലി ബന്ധങ്ങളിൽ കുറേയൊക്കെ മൊറാലിറ്റി നമുക്ക് പാലിക്കാൻ പറ്റും. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ പോലും, ഫാമിലി ബന്ധങ്ങളിൽ പോലും മൊറാലിറ്റിക്ക് പ്രസക്തി ഇല്ലാതെ വരും. എന്നാൽ മൊർഗന്തോയെ പോലെയുള്ള തിങ്കേഴ്സ് പറഞ്ഞത് ഇൻ്റർനാഷണൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലോജിക്, ഇറ്റ്സ് ആൻ ഓട്ടോണമസ് സ്ഫിയർ. അവിടെയുള്ള ലോജിക്ക് വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ലോജിക്ക് നമ്മുടെ ബന്ധത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ട്രഡീഷണലായിട്ടുള്ള കാഴ്ചപ്പാടുകളിലും സിവിലൈസേഷണൽ ഗ്രേറ്റ്നെസ് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളിലും കൊളോണിയൽ കാലഘട്ടത്തിൽ നമ്മളുള്ള പരസ്പര കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇരു രാജ്യങ്ങൾക്കും ഉള്ളത്. ഇത് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ? ഒരു മെച്ചം ഉണ്ടായിട്ടില്ല. നമ്മൾ ശീതസമരകാലത്ത് വി വെയർ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് വേൾഡ് പൊളിറ്റിക്സ്. രാജ്യാന്തര ബന്ധത്തിൻ്റെ എതിർചേരികളിലായിരുന്നു. ഇന്ത്യാസ് വേഴ്സ്റ്റ് എനിമി പാകിസ്ഥാൻ വാസ് ചൈനാസ് ബെസ്റ്റ് ഫ്രണ്ട് ഡ്യൂറിങ് ദി കോൾഡ് വാർ. ആൻഡ് ആഫ്റ്റർ 1970s US അലൈൻഡ് വിത്ത് ചൈന. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പോഴും ഇന്ത്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അത് ചൈനയുടെ വേഴ്സ്റ്റ് എനിമിയാണ്. ഇന്ത്യയുടെ വേറൊരു ഫ്രണ്ട് റഷ്യയാണ്. റഷ്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അമേരിക്ക. അപ്പോൾ പരസ്പരം സുഹൃത്തുക്കളായിരിക്കുന്നവർ പരസ്പരം വേറൊരു ഘട്ടത്തിൽ ശത്രുക്കളായി പ്രവർത്തിക്കുന്ന വളരെ
കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മുടെ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ലോകവീക്ഷണങ്ങളും ലോക രാഷ്ട്രീയത്തെ രണ്ടായി വിഭജിച്ചാൽ അതിൻ്റെ വ്യത്യസ്ത ക്യാമ്പുകളിലാണ് നമ്മൾ കുറേയെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് ന്യൂക്ലിയർ സപ്ലൈസിൻ്റെ ഗ്രൂപ്പിൽ ചേരാൻ നേരത്തും യുണൈറ്റഡ് നേഷൻസിലെ അംഗത്വത്തിന് പോകുമ്പോഴും അസർ മസൂദിനെ പോലെയുള്ളവരെ ഗ്ലോബൽ ടെററിസ്റ്റ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തണമെന്ന് പറയുമ്പോഴും അതുപോലെ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്ക് അംഗീകാരം കിട്ടുന്ന കാര്യങ്ങൾക്കെല്ലാം ചൈന പാര വയ്ക്കുന്നത്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അതൊരു വശത്ത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഇന്ത്യ അമേരിക്ക ചൈന റൈവലറിയിലെ ഒരു കീ ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചൈനയെ നേരിടുന്നതിൽ പരിമിതികളുണ്ട്. കാരണം ചൈന ഈസ് എ ഹ്യൂജ് കൺട്രി. ഇറ്റ്സ് ഇക്കോണമി ഈസ് അറൗണ്ട് 6 times ലാർജർ ദാൻ ദാറ്റ് ഓഫ് ഇന്ത്യ. അതിൻ്റെ സാർ സൂചിപ്പിച്ചതുപോലെ ടെക്നോളജി അല്ലെങ്കിൽ ഇക്കോണമിയൊക്കെ ആണെങ്കിലും നമ്മളെക്കാൾ ഫാർ ബെറ്ററാണ്. ദേ കൺട്രോൾ ദി ഗ്രീൻ ടെക്നോളജി, റിന്യൂവൽ സോഴ്സസ് ഓഫ് എനർജി. ഇപ്പം അമേരിക്കയിലെയും യൂറോപ്പിലെയും കമ്പനികൾ പെടാപ്പാട് പെടുകയാണ് ചൈനയുടെ EV വെഹിക്കിൾസുമായി മത്സരിക്കുവാൻ വേണ്ടിയിട്ട്. മ്യൂണിക് എക്സ്പോയിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് വന്നത് ചൈനീസ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ 5G ടെക്നോളജിയിലാണെങ്കിലും ചിപ്പ് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇവർക്കൊക്കെ ഒരു അനിഷേധ്യമായ സ്വാധീനമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ 2 ചേരികളിലായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇൻഡോ പസഫിക്കിലെ കാര്യങ്ങളിൽ ഇന്ത്യ അമേരിക്കയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ക്വാഡാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡോ പസഫിക്കിലെ സംഭവങ്ങളിലൊക്കെ ആണെങ്കിലും ഇന്ത്യ അമേരിക്കയുടെ ചൈനയുടെ വിരുദ്ധ ചേരിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ബോർഡർ ക്ലാഷ് ഇത്രയും ശക്തമായത് ഈ സമയത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയുടെ ഇക്കോണമിയുടെ സാറ് സൂചിപ്പിച്ചതുപോലെ മലാക്ക സ്ട്രേറ്റും ഇൻഡോ പസഫിക്കിലുള്ള മാരിടൈം റീജിയൻ കൺട്രോൾ ചെയ്താൽ മാത്രമേ ചൈനയ്ക്ക് അവരുടെ ട്രേഡും ഈ പറയുന്ന ഇക്കണോമിക് അഡ്വാൻറ്റേജും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിന് ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയയൊക്കെ ചേർന്നിട്ടുള്ള സഖ്യം, ജപ്പാനുമൊക്കെ ചേർന്നിട്ടുള്ള സഖ്യം തടസ്സമായതുകൊണ്ട് പരമാവധി പ്രശ്നം നമ്മുടെ ബോർഡറിൽ സൃഷ്ടിച്ചാൽ നമ്മളുടെ 1 ലക്ഷം പട്ടാളക്കാരെ ബോർഡറിൽ കൊണ്ട് നിർത്തി യുദ്ധസജ്ജരായി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോസ്റ്റ്ലി ബിസിനസ്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ലെറ്റ്സ് പിൻ ഡൗൺ ചൈന ഇൻ ദ ബോർഡർ, ഇൻ ദ കോണ്ടിനെൻ്റൽ ബോർഡർ, സോ ദാറ്റ് ഇന്ത്യ മേ നോട്ട് ബി ഏബിൾ ടു ഗീവ് മച്ച് അറ്റൻഷൻ ടു വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദി ഇൻഡോ പസഫിക്. അതുപോലെ തന്നെ വേറൊരു വാണിംഗും കൂടിയാണത്. നിങ്ങൾ അമേരിക്കയുമായി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾ ബോർഡറിൽ സൃഷ്ടിക്കും. മാത്രമല്ല നിങ്ങളുടെ അയൽപക്കത്തൊക്കെ ഒക്കെ സൃഷ്ടിക്കും. നേപ്പാളിൽ സൃഷ്ടിക്കും. ഈ അടുത്ത സമയത്ത് നേപ്പാൾ പ്രൈം മിനിസ്റ്റർ ആദ്യം പോയത് ചൈനയിലേക്കാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഗെയിമിൽ നമ്മൾ വേൾഡ് പൊളിറ്റിക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നിങ്ങൾ 2 അയൽപക്കക്കാർ വ്യത്യസ്തമായിട്ടുള്ള അഡ്വേഴ്സേറിയൽ സംഘത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ പരസ്പരം വിശ്വസിക്കാനോ സഹകരിച്ച് പ്രവർത്തിക്കാനോ ഉള്ള സാധ്യത വളരെ കുറവാണ്. ഞാനിവിടെ ഇന്ത്യയാണോ ശരി ചൈനയാണോ ശരി എന്ന് പറയാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നറിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നത്തെ കുറച്ചും കൂടെ കൺസ്ട്രക്റ്റീവായിട്ട് ചിലപ്പോൾ സമീപിക്കാൻ നമുക്ക് സാധിച്ചെന്നിരിക്കും. ഒരു പ്രശ്നം മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2 കൂട്ടരുടെയും പെർസെപ്റ്റീവ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ ഒരു സഹകരണം സാധ്യമാകൂ. ഞാൻ ചൈനയെ ട്രസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ചൈനയുമായിട്ടുള്ളൊരു നോർമൽ റിലേഷൻഷിപ്പ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വളരെ അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഒരു സേഫ് രാഷ്ട്രമായിരിക്കുന്നത്? അവരുടെ പവർ, ഇക്കോണമി ഇതെല്ലാം ഫാക്ടേഴ്സാണ്. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി ഐ തിങ്ക് ദേ ഹാവ് എ വെരി പീസ്ഫുൾ നെയ്ബർഹുഡ്. അവർക്ക് കാനഡയുമായിട്ടൊരു പ്രശ്നമില്ല. മെക്സിക്കോയും ക്യൂബയോ ആയിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും അവരുടെ വലിപ്പം അനുസരിച്ചൊരു പ്രശ്നമേ അല്ല. അവർക്ക് ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ഈ പരിസരത്ത് നിന്നും വരാനുള്ള സാധ്യതയുമില്ല. നമുക്ക് ഒരു രാജ്യമായി വളരണമെങ്കിൽ, ഒരു വൻ ശക്തിയായി മാറണമെങ്കിൽ നമ്മുടെ നെയ്ബർഹുഡ് വളരെ പീസ്ഫുള്ളായിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് എ വെരി അൺഫ്രണ്ട്ലി, വെരി ടഫ് നെയ്ബർഹുഡ്. അതിൻ്റെ ലീഡറാണ് ചൈന. അതിൻ്റെ അടുത്ത കക്ഷിയാണ് പാകിസ്ഥാൻ. അവരുടെ ചൈന-പാകിസ്ഥാൻ ഫ്രണ്ട്ഷിപ്പിനെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വളരെ കളർഫുള്ളായിട്ടാണ്. അവർ ഫ്രണ്ട്ഷിപ്പ് ഈസ് സ്വീറ്റർ ദാൻ ഹണി, ഡീപ്പർ ദാൻ ദി ഓഷൻസ് ആൻഡ് ഹയർ ദാൻ ദ മൗണ്ടൻസ്. ദിസ് ഈസ് ആൻ ഓൾ സീസൺ ഫ്രണ്ട്ഷിപ്പ്. എന്താണ് അതിൽ മധുരിക്കുന്നതെന്നോ എന്താണ് ഇത്ര ആഴത്തിലിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യ വിരോധമാണ്. അത് നമ്മുടെ ഡിസ്ട്രസ്റ്റിനെ എന്ത് ചെയ്യും? ശക്തിപ്പെടുത്തും.
അപ്പോൾ നമ്മുടെ നെയ്ബർഹുഡിൽ ഇപ്പം ബംഗ്ലാദേശിലെ അട്ടിമറിയിൽ ചൈനയ്ക്കൊരു പങ്കുണ്ട്, അമേരിക്കയ്ക്ക് ഒരു പങ്കുണ്ട്. ഇനി ട്രംപ് വരുമ്പോൾ വല്ല മാറ്റം വരുമോ എന്നുള്ളതേ കാണാനുള്ളൂ. ശ്രീലങ്കയിലെ പ്രശ്നങ്ങൾ, മാൽദീവ്സിലെ പ്രശ്നങ്ങൾ, നേപ്പാളിലെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയുന്ന ആശയം. അപ്പോൾ അതൊക്കെ വളരെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അപ്പോൾ ലീഡർഷിപ്പ് ഓഫ് ഏഷ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഡിസ്ട്രസ്സാണ്. ബോർഡർ അതിലും രസകരമായിട്ടുള്ള, എന്തുകൊണ്ട് ഈ ബോർഡർ ഇഷ്യൂ നിലനിൽക്കുന്നു? ബേസിക്കലി ചൈനയെ സംബന്ധിച്ചൊരു കാര്യമേ ഉള്ളൂ. നമ്മുടെ തുടക്കം മുതലേ ബോർഡർ ഒരു എഗ്രിമെൻ്റ് ഇല്ലായിരുന്നു. ദർ വാസ് നോ ഡിഫൈൻഡ് ബോർഡർ. ഈ ഒരു ഡിഫൈൻഡ് ബോർഡർ അല്ലാതിരുന്നിട്ട് ഒരുപാട് അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 62 മുമ്പ്, യുദ്ധത്തിന് മുമ്പ് പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷം 2013, 14 ഡോക്ലാം, അങ്ങനെ പല സമയങ്ങളിൽ ബോർഡറിൽ ചൈനീസ് കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ കടന്നു കയറിയ സമയങ്ങളിലെല്ലാം, ഇൻക്ലൂഡിങ് ഗാൽവാൻ്റെ കാര്യത്തിൽ, ചൈനയ്ക്ക് ജോഗ്രഫിക്കലി അഡ്വാൻറ്റേജേ ഉണ്ടായിട്ടുള്ളൂ. ചൈനയ്ക്ക് ജോഗ്രഫിക്കലി ഏതെങ്കിലുമൊക്കെ പോയിൻ്റ് പിടിച്ചെടുക്കുകയോ, പക്സായി ചീന അവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ 62 യുദ്ധത്തിൽ കുറേ പ്രദേശം നമുക്ക് വിട്ടു തന്നില്ല. പിന്നീടുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങളിലെല്ലാം, ബോർഡർ റോഡ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റുമൊക്കെ ചൈനയ്ക്ക് കുറേ പ്രദേശങ്ങൾ കിട്ടുകയാണ് ചെയ്തത്. ഇനി രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു സംഘർഷത്തിൽ എല്ലായ്പ്പോഴും അവർക്ക് അനുകൂലമായിട്ടാണ് ആ സംഘർഷം അവസാനിക്കുന്നതെങ്കിൽ അവരെന്തിനാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്? ഇപ്പം നമ്മൾ അയൽവക്കമായിട്ട് അടിപിടിയുണ്ട്. ആ അടിപിടി എല്ലായ്പ്പോഴും നമുക്ക് അവരുടെ കുറച്ച് ഭൂമിയോ അവരുടെ കുറച്ച് റിസോഴ്സസോ കിട്ടുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്റ്റീജ് ഇൻക്രീസ് ചെയ്യുന്നൊരു സാഹചര്യമാണെങ്കിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ അവർ മുൻകൈ എടുക്കുകയോ താല്പര്യം കാണിക്കുകയോ ചെയ്യുമോ? വെരി സിമ്പിൾ. ചൈനയ്ക്ക് എല്ലാ കാലങ്ങളിലും ഈ സംഘർഷം ഗുണകരമായിരുന്നു. അതുകൊണ്ടാണ് അവരൊരു റീസണബിളായിട്ടുള്ള സെറ്റിൽമെൻറ്റിൽ തയ്യാറാകാത്തത്. ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ ഇന്ത്യക്കാർ മരിച്ചോന്നോ അല്ലെങ്കിൽ അവരുടെ കുറച്ച് സോൾജേഴ്സ് മരിച്ചോന്നോ എന്നുള്ളതിനപ്പുറത്ത് അതിലൊരു ജിയോ പൊളിറ്റിക്കൽ ഗെയിമുണ്ട്, ഒരു അഡ്വാൻറ്റേജുണ്ട്. ആ അഡ്വാൻറ്റേജാണ് ചൈനയെ ഒരു വൻശക്തി എന്ന് പറയുന്നതിലൊരു പ്രധാനപ്പെട്ട കാരണം. 1962 ഇന്ത്യയും ചൈനയും ഒക്കെ ഏകദേശം തുല്യ ശക്തികളായിരുന്നു. 62 വാറിന് ശേഷം ഇന്ത്യ ഒന്നുമല്ലാതെ മാറി. കാരണം നമ്മുടെ പ്രസ്റ്റീജിൻ്റെ അകത്ത് ഒരു സഡൻ ഇറോഷനാണ്. ഇന്ത്യ ഒന്നുമല്ല, ഇന്ത്യക്ക് ശക്തിയില്ലാത്ത. പിന്നെ അത് കുറച്ചെങ്കിലും നമ്മൾ തിരിച്ചു പിടിക്കുന്നത് 71 വാറിലാണ്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത്, യുദ്ധം പോലെ ഉണ്ടാകുന്ന നേട്ടങ്ങളെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഓണറും പ്രസ്റ്റീജും പ്രൈഡും കൂടിയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേറൊരു പെർസെപ്ഷൻ, അവർ പറയുന്നത്, ഞാൻ ചൈനയിൽ 2015 പോയപ്പോൾ അവരുടെ പാർട്ടിയുടെ ഓഫീസിലും അതുപോലെ തന്നെ അവരുടെ ഒരു ഡെലിഗേഷനുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പം അവർ പറയുന്നത്, വി ആർ നൗ ഡിസ്കസിങ് ബിഗ് പവർ റിലേഷൻസ്, എ ന്യൂ ടൈപ്പ് ഓഫ് ബിഗ് പവർ റിലേഷൻസ്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ US ആൻഡ് ചൈന. സോ വി ഡോണ്ട് കൺസിഡർ ഇന്ത്യ ആസ് എ പിയർ പവർ ഓർ എൻ ഈക്വൽ പവർ. ഒരു ഈക്വൽ പവർ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നിങ്ങളെ എന്തിന് ഈക്വലായി ട്രീറ്റ് ചെയ്യണം? ഇക്കോണമി വൈസ് നിങ്ങൾ ഞങ്ങളുടെ 6% ഉള്ളൂ. സാമ്പത്തിക ആളോഹരി വരുമാനത്തിൽ നമുക്കൊരു $3000 കഷ്ടിച്ച് വരുമ്പോൾ അവർക്ക് $12,000 $15,000 ഉണ്ട് അവർ പെർ ക്യാപിറ്റ ഇൻകം. നമ്മൾ തുല്യരാണോ? അതിന് അവർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഷീ ജിൻപിങ് സമ്മേളനത്തിൽ പറഞ്ഞത്, നമ്മൾ തുല്യരല്ലാത്തവർ തമ്മിൽ തുല്യ റിലേഷൻഷിപ്പ് പ്രതീക്ഷിക്കരുത്. അത് ചൈനീസ് വേർഷനാണ്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ നേപ്പാൾ ഇന്ത്യയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നേപ്പാളിലെ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ വലിയ താല്പര്യം കാണിക്കത്തില്ല. കാരണം അവരെത്ര കിടന്ന് ആടിയാലും അതിനൊരു പരിമിതി ഉണ്ട് എന്നുള്ളൊരു പിക്ചർ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ചില ബോർഡർ ക്ലെയിംസൊക്കെ നടത്തിയപ്പോൾ ഇന്ത്യ ഡിഡ് നോട്ട് ബോദർ മച്ച് ബട്ട് സെൻഡ് എ വെരി സ്ട്രോങ് സിഗ്നൽ. ഇപ്പോൾ ഇതൊരു ഫാക്ടറാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കാത്തതുകൊണ്ടൊന്നുമല്ല. ദീസ് ആർ ദ റിയാലിറ്റീസ് ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. അത് ബോർഡറിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. അപ്പം കാലാകാലങ്ങളിൽ ടിബറ്റ് ഒരു ബഫർ സ്റ്റോണായി നിലനിർത്തണമെന്ന് ഇന്ത്യ മുന്നോട്ട് വെച്ചപ്പോൾ അവർ പറഞ്ഞു അതൊരു ഇമ്പീരിയലിസ്റ്റ് അജണ്ടയാണ്, അത് ബ്രിട്ടീഷ് പോളിസിയായിരുന്നു. നിങ്ങൾ ബ്രിട്ടൻ്റെ കാലത്തെ പോളിസിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ അതിർത്തി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഷിംല അഗ്രിമെൻറ്റ് 1914 ഷിംല അഗ്രിമെൻറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, കാരണം അത് ബ്രിട്ടീഷ് അഗ്രിമെൻറ്റാണ്. നിങ്ങൾ ബ്രിട്ടൻ്റെ പോളിസിയുമായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള ചൈനീസ് വേർഷൻ. നമ്മളെ സംബന്ധിച്ച് എന്തായിരുന്നു? ചരിത്രപരമായി ടിബറ്റ് ഒരു സ്വതന്ത്ര പ്രദേശമായിരുന്നു. ആ പ്രദേശം സ്വതന്ത്രമായി നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ സെക്യൂരിറ്റി. ടിബറ്റ് സ്വതന്ത്രമായിരുന്നെങ്കിൽ ഈ ബോർഡർ ഇഷ്യൂ ഇല്ല. ടിബറ്റ് ഒരു ബഫർ സോൺ ആയിരുന്നെങ്കിൽ, ഓട്ടോണമസ് റീജിയൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം അവരുമായിട്ട് ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പിന്നെ ഈ ലീഡേഴ്സ് പരസ്പരം അംഗീകരിച്ചിട്ടില്ല.
ഇപ്പോൾ ഷി ജിൻപിങ് ആണെങ്കിലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി ആണെങ്കിലും ഈ പ്രശ്നത്തിന് മുമ്പ് 18 തവണ അവർ കണ്ടിട്ടുണ്ട്. പിന്നെ 5 വർഷം കഴിഞ്ഞ് ഈ അടുത്ത സമയത്താണ് കണ്ടത്. ഈ രണ്ട് ലീഡേഴ്സിൻ്റെയും പ്രഖ്യാപിത ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ നമ്പർ 1 രാജ്യമാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ത്യയെ നമ്പർ 1 രാജ്യമാക്കാനായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ചൈനീസ് ഡ്രീമുമായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന സ്ഥാനം ഒന്ന് തന്നെയാണ്. രണ്ട് അയൽപക്കക്കാർ ഒരേ സാധനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചാൽ അവിടെ ഒരു പോരാട്ടം ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഇന്ത്യാസ് അംബീഷൻ ടു ബിക്കം എ ഗ്രേറ്റ് പവർ, അതും നമ്മുടെ റിലേഷൻഷിപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ഫാക്ടേഴ്സ് അതിൻ്റെ ഒരു ഡൈനാമിക്സ് പ്ലേ ഔട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ബോർഡറിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഇപ്പോൾ ടെറിട്ടോറിയൽ റിവിഷൻ, ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഒരു അംഗീകൃത ടെറിട്ടറി, ഒരു ബോർഡർ ഇല്ല. അപ്പോൾ രണ്ട് രാജ്യങ്ങളും പറയുന്ന ബോർഡർ മാറ്റണമെന്നാണ്. ബോർഡർ മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി മാറ്റണമെന്ന്. അതിർത്തി മാറ്റമെന്ന് പറഞ്ഞാൽ ടെറിട്ടോറിയൽ കോൺക്വസ്റ്റ് അതിൽ ഇൻവോൾവ് ആണ്. ഈ ടെറിട്ടറി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് പ്രദേശം വേണം. നമ്മൾ രണ്ടുപേരും പറയുന്ന വാദത്തിൽ ഏതൊക്കെ പ്രദേശം ആർക്ക് കൊടുക്കാമെന്നതിനെ സംബന്ധിച്ച് ഒരു എഗ്രിമെൻറ്റും ഇല്ല. എത്രയോ വട്ടം ചർച്ചകൾ നടക്കുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ്, അതുകൊണ്ടാണ് ഈ ജോയിൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് വരുന്നു. നമ്മൾ വിചാരിച്ചു 90-കൾക്ക് ശേഷം ബന്ധം മെച്ചപ്പെടുമെന്ന് വിചാരിച്ചു. പെട്ടെന്നൊരു സ്പൈറൽ ഡൗൺ ചെയ്ത് താഴേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ട്രസ്റ്റ് ഡെഫിസിറ്റിനെയും നമ്മൾ പരസ്പരം സെക്യൂരിറ്റി ത്രെട്ടായി കാണുന്നത് കൊണ്ടും ആണ്. ഇനി ഗ്ലോബൽ രാഷ്ട്രീയവുമായി പരിശോധിച്ചാലും ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഞാനത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ ഈ അടുത്ത കാലത്തെ ചില നയങ്ങളെ ചൈന കാണുന്നത്, ഉദാഹരണമായിട്ട് റിവോക്കേഷൻ ഓഫ് ആർട്ടിക്കിൾ 370, ലഡാക്കിനെ ഒരു പ്രത്യേക റീജിയനാക്കുന്നു, അല്ലെങ്കിൽ കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നു. ഇതിനെല്ലാം ചൈന കാണുന്നത് ഇന്ത്യാസ് എക്സ്പാൻഷനിസ്റ്റ് അംബീഷൻസ് ആയിട്ടാണ്. ഇന്ത്യക്ക് വളരുവാൻ ഈ പ്രദേശങ്ങൾ കൈപ്പിടിപ്പിക്കാനുള്ള മോഹങ്ങളുമായിട്ടാണ്. നമ്മൾ ചൈനയുടെ ടിബറ്റിലെയോ ഷിങ്ജിയാമിലെയോ പ്രോവിൻസുകളെ വിവക്ഷിക്കുന്നതും ആ രീതിയിലാണ്. അപ്പോൾ ഞാനിതിൽ ആര് ശരിയാണ് തെറ്റ് എന്ന് പറയുന്നില്ല. കാരണം ഇവർ തമ്മിൽ പ്ലേ ഔട്ട് ചെയ്യുന്നതിലെ നരേറ്റീവ്സ് ഇതാണ്. ഇങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഒരു സമാധാനപരമായിട്ടുള്ള ബന്ധം സാധ്യമാകുക? എങ്ങനെയാണ് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് നമുക്കൊരു ചർച്ചയുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുക? ഇതിന് പരിമിതികളുണ്ട്. ലോക ചരിത്രത്തിൽ രാജ്യങ്ങൾ പരസ്പരം അവിശ്വസിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ പണ്ടത്തെ ഒരു സിസ്റ്റത്തിൽ അത് യുദ്ധത്തിലാണ് കലാശിച്ചിരുന്നത്. ഇനി ഒരു യുദ്ധം ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത്, കാരണം അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ മൊറാലിറ്റിയൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ അത്ര പെട്ടെന്ന് നമ്മുടെ നോർത്ത് ഈസ്റ്റിനെ പിടിച്ചെടുക്കുവാനൊന്നും കഴിയില്ല, കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് ഇഷ്യൂസ് ഇൻവോൾവ് ആണ്. പക്ഷേ അതിനൊരു സാധ്യത നമുക്കൊരു വലിയൊരു കോംപ്ലക്സ് ഇഷ്യൂ ഉണ്ടാകുമ്പം, ഞാൻ ഈ നോർത്ത് ഈസ്റ്റിലെ കുറിച്ച് പറയാനായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം അരുണാചൽ പ്രദേശിൽ പോയിരുന്നു. അരുണാചൽ പ്രദേശിൽ അവിടുത്തെ ഒരു പഴയ മന്ത്രിയുടെ വീട്ടിൽ ഒരു ഡിന്നറിന് ക്ഷണം കിട്ടിയപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവരുടെ ഒരു അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഒരു ന്യൂട്രൽ സ്റ്റേറ്റാണ്. അവിടെ ഒരു വലിയ മിസോറാമിലെയോ അല്ലെങ്കിൽ നാഗാലാൻഡിലെ പോലെ ഒരു ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമല്ല, പക്ഷേ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ആ ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പ്രോ ചൈനീസ് മൈൻഡാണ്. ദിസ് ഇസ് ദ റിയാലിറ്റി. ദിസ് ഈസ് എ കീ ഫാക്ടർ ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന റിലേറ്റഡ് ടു നോർത്ത് ഈസ്റ്റ്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പിന്തുണ ഇല്ലാതെ നമുക്കവിടെ അധികാരം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. അയാൾ എന്നോട് ചോദിച്ചു, ഇന്ത്യയുമായി വളരെ അടുത്തുള്ള ഗീഗോങ് അപ്പാവിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന, ഇപ്പം മന്ത്രിയല്ലാത്ത, എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള, അത് ചൈനയുടെ കുറച്ച് അങ്ങേര് പല പ്രാവശ്യം ചൈനയെ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. കാരണം വി ഡോണ്ട് എൻകറേജ് പെർമിറ്റിംഗ് പീപ്പിൾ ഓഫ് നോർത്ത് ഈസ്റ്റ് വിസിറ്റിംഗ് ചൈന, കാരണം അതിനൊരു നാഷണൽ സെക്യൂരിറ്റി ആംഗിളുണ്ട്. ഇതെൻ്റെ അഭിപ്രായത്തിൽ ഒരു കീ ഫാക്ടറാണ്. വി ഹാവ് ടു വിൻ ഓവർ ദ ഹാർട്ട്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് നോർത്ത് ഈസ്റ്റ്. മണിപ്പൂരിലെ പ്രശ്നം പറഞ്ഞത് വളരെ ശരിയാണ്. അതൊരു കൾച്ചറൽ, അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലൊരു സംഘർഷത്തിനപ്പുറത്ത് അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനെ മുതലെടുക്കുവാൻ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സിക്കിമൊക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ട് ചൈന അംഗീകരിക്കും 2003. അതിനുശേഷമൊക്കെ അത്തരം കാര്യങ്ങൾ കുറച്ച് സബ്സൈഡ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വലിയ രീതിയിൽ പൊങ്ങി വരുന്നുണ്ട്. കാരണം ഏതൊക്കെ രീതിയിൽ ഇന്ത്യയുടെ വളർച്ചയെ, അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ, അങ്ങനെ ചൈനയുടെ വളർച്ചയെ തടയിടുവാൻ ശ്രമിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ആംഗിളിലുള്ള കാര്യങ്ങൾ നടക്കുന്നു, അതിൽ അവിശ്വാസം വളരെ ശക്തമായി നിലനിൽക്കുന്നതുകൊണ്ട് ഏതെല്ലാം രീതിയിൽ നമ്മളെ തളർത്തുവാൻ ശ്രമിക്കുമോ അതിനുള്ള എല്ലാ ശ്രമങ്ങളും ചൈന ചെയ്യും. കമ്പാരിറ്റീവ്ലി ഇതൊക്കെ ഞാൻ പറയുമ്പോഴും തുടക്കത്തിൽ ചൈനയുമായൊരു നല്ല ബന്ധത്തിന് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച രാജ്യമാണ് ഇന്ത്യ. 54 അഗ്രിമെൻറ്റ് പല നഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ട്
ടിബറ്റിനൊരു സ്വതന്ത്ര പദവി അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ത്യ തയ്യാറായത് ഈ രാജ്യങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ദാറ്റ് വാസ് ആൻ അട്ടർ ഫെയിലിയർ. പിന്നെ 60-ൽ നമ്മൾ ഫോർവേഡ് പോളിസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ ചൈന എന്ത് പറഞ്ഞു? ഇത് ഞങ്ങളെ ആക്രമിക്കാനുള്ള പദ്ധതിയായിട്ടാണ് അവർ കണ്ടത്. അതുകൊണ്ടാണ് അവർ ബോർഡറിൽ ഇതൊക്കെ ഉണ്ടാക്കി പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ടും അവർ വേറൊരു ന്യായം കൂടെ പറഞ്ഞു. അരുണാചൽ പ്രദേശിൻ്റെ മിക്കവാറും പ്രദേശങ്ങൾ അവർ പിടിച്ചെടുത്തായിരുന്നു. അതെല്ലാം വിട്ടുകൊടുത്തത് സമാധാനപരമായ ബന്ധത്തിനാണെന്നുള്ളൊരു ചൈനീസ് വാദമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളും കൗണ്ടർ നെറേറ്റീവ്സും ഒക്കെ കൂടെ ചേർന്നതാണ് ഇന്ത്യ ചൈന ബന്ധം. ഇതെങ്ങനെ മെച്ചപ്പെടുത്താം? നമ്മുടെ നേതാക്കന്മാർ കാലാകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ പ്രധാനമന്ത്രിമാർ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിമാരും അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കി. 18 പ്രാവശ്യം ഷീ ജിൻപിങ്ങുമായി മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്നിട്ട് എന്തെങ്കിലും കാര്യമായി സംഭവിച്ചോ? ഗാൽവാൻ വാസ് ദ റിസൾട്ട്. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു? കാരണം ഇന്ത്യയെ വിശ്വസിക്കാതെ അവർ ഇൻഡിവിജ്വൽ റാഷണാലിറ്റിയിലാണ് വിശ്വസിച്ചത്. അല്ലാതെ മ്യൂച്വൽ റാഷണാലിറ്റി ആയിരുന്നെങ്കിൽ പരസ്പര ബെനിഫിറ്റിലേക്ക് പോകുന്നൊരു നയത്തിന് അവർ തയ്യാറാകുമായിരുന്നു. അപ്പോൾ 62-ൽ നമുക്ക് സംഭവിച്ചതുപോലെ നമ്മൾ ഈ പല പ്രാവശ്യം കണ്ടിട്ടും അതിർത്തിയിലെ സംഘർഷവും നമ്മുടെ സൈനികരുടെ ജീവനം നഷ്ടപ്പെട്ടുവെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്തെ വിശ്വസിക്കാൻ നമുക്ക് പരിമിതിയുണ്ട്. ഇന്ത്യ അമേരിക്കയുമായി ചേർന്ന് ഞങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള ചൈനീസ് വാദം, ഇതെല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന സങ്കീർണതയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അത്രയേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.